നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പെട്രോളിലും ഡീസലിലും ഓടുന്ന കാറുകളുണ്ട്, എന്നാൽ എന്തുകൊണ്ടാണ് ഡീസലിൽ ഓടുന്ന ബൈക്കുകൾ ഇല്ലാത്തത്? ഈ ഒരു ആശയം ആക്ച്വലി ഒരുപാട് നാളുകൾ മുമ്പ് ഇന്ത്യയിൽ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മളുടെ റോയൽ എൻഫീൽഡ് തന്നെ. 1993 റോയൽ എൻഫീൽഡ് ടോറസ് എന്ന് പറയുന്ന ഒരു ഡീസൽ ബുള്ളറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഡിസ്കണ്ടിന്യൂഡ് ഇറ്റ്. ഡീസൽ എഞ്ചിൻ ബൈക്സ് എന്നത് ആക്ച്വലി പറയുന്ന പോലെ അത്ര പ്രാക്ടിക്കൽ അല്ല. ബിക്കോസ് ഡീസൽ എഞ്ചിൻ ഹെവി മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിന് ഭയങ്കര വലുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ട് ബൈക്കുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. മറ്റൊരു കാര്യം എന്നത്, പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിനുകൾ ഒരുപാട് എമിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. കൂടാതെ വൈബ്രേഷനും കൂടുതലാണ്. അല്ലെങ്കിലേ നമ്മുടെ നാട്ടിൽ ഫുള്ള് പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഡീസൽ എഞ്ചിൻ ബൈക്കുകൾ റോട്ടിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറപ്പെടുവിക്കുന്ന എമിഷൻസ് കാരണം നമ്മുടെ നാട്ടിലെ പൊല്യൂഷൻ കൂടുകയും